ബി.ജെ.പിയുടെയും കോൺഗ്രസിന്റെയും രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കും. 150ഓളം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാകും പ്രഖ്യാപിക്കുക. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ പട്ടിക. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനായി കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി വൈകിട്ട് 6-ന് AICC ആസ്ഥാനത്ത് യോഗം ചേരും. വയനാടിന് പുറമെ അമേഠിയിലും രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കാനാണ് ഹൈക്കമാൻഡ് നീക്കം. റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചേക്കും. സീറ്റ് വിഭജനം ചർച്ച ചെയ്യാൻ CPIM പോളിറ്റ് ബ്യൂറോ ഇന്ന് ചേരും. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, മോദി ഒരു സീറ്റിൽ കൂടി മത്സരിക്കുമോ? രാഹുലും പ്രിയങ്കയും ഏതൊക്കെ മണ്ഡലങ്ങളിൽ മത്സരിക്കും? ഇതിന്റെ സൂചനകൾ ഇന്നോടെ അറിയാൻ കഴിയുമോ? തീർച്ചയായിട്ടും അറിയാൻ കഴിയുമെന്നാണ് വേണു പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ആദ്യം BJPയുടെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അനൗപചാരികമായിട്ടുള്ള ചർച്ചകൾ ഇന്നലെ മുതൽ തന്നെ ഈ സീറ്റ് നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടുണ്ട്. ആ ചർച്ചകൾ ഔദ്യോഗികമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ നടക്കാൻ പോകുന്നത് വൈകിട്ട് 6 മണിക്കാണ്. 6 മണിക്ക് നടക്കുന്ന യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് BJP കടക്കും. ഇപ്പോൾ ഒരു പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള 180ഓളം മണ്ഡലങ്ങളിൽ മത്സരിക്കാനായിട്ട് പാർട്ടി നിർദ്ദേശിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ പേരുകളാണ് ഓരോ മണ്ഡലങ്ങൾ തിരിച്ചും ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ നിന്ന് ഒരു പേരിലേക്ക് എത്തുക എന്ന കടമയിലേക്കാണ് ഇപ്പോൾ ഈ ചർച്ചകൾ കടക്കുന്നത്. അതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി പങ്കെടുക്കുന്ന യോഗത്തിൽ ഇത് അന്തിമമായിട്ട് ധാരണയിലേക്ക് എത്തുക. കോൺഗ്രസിന്റെ കാര്യത്തിൽ കോൺഗ്രസും സമാനമായിട്ട് സ്ഥാനാർത്ഥി നിർണ്ണയം വേഗത്തിൽ പൂർത്തിയാക്കി പ്രചരണ പരിപാടികൾ കൂടുതൽ ശക്തമാക്കാനായിട്ടുള്ള നടപടികളിലാണ് കോൺഗ്രസും ഉള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് വൈകിട്ട് നടക്കാനായിട്ട് പോകുന്നത്. രാഹുൽ ഗാന്ധിയുടെ വിഷയം അഥവാ നെഹ്റു കുടുംബത്തിലെ അംഗങ്ങൾ മത്സരിക്കുന്ന വിഷയം അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് അന്തിമ തീരുമാനമെടുക്കും. ഉത്തർപ്രദേശിൽ 2 ഇടങ്ങളിൽ, അത് റായ്ബറേലിയിലും അമേഠിയിലും നെഹ്റു കുടുംബാംഗങ്ങൾ തന്നെ മത്സരിക്കണമെന്ന ആവശ്യവുമായിട്ട് ഉത്തർപ്രദേശ് ഘടകം രംഗത്തുണ്ട്. റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയും അമേഠിയിൽ രാഹുൽ ഗാന്ധിയും മത്സരിക്കണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് മുന്നിൽ ഉള്ളത്. അതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തുകയും തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യും. മുൻപ് കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെയുള്ള ഒരു തിരിച്ചടി ഒരുപക്ഷെ അദ്ദേഹം 2 സീറ്റുകളിൽ മത്സരിച്ചാൽ ഉണ്ടാകും എന്ന അഭിപ്രായം ചിലർക്ക് ഉണ്ട്. ഇനിയും ഒരു തോൽവി അത് രാഹുൽ ഗാന്ധി സംബന്ധിച്ച് അത് വലിയ രാഷ്ട്രീയമായിട്ടുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നതാകും എന്ന ഒരു നിരീക്ഷണം പാർട്ടിയിൽ ശക്തമാണ്. എന്നാൽ മറുവശത്ത് BJPക്കെതിരായിട്ട് അദ്ദേഹം ഒരു സീറ്റിൽ മത്സരിച്ചില്ലെങ്കിൽ അത് നൽകുന്ന രാഷ്ട്രീയ സന്ദേശം തെറ്റാകും എന്ന അഭിപ്രായവും എതിർവിഭാഗം പ്രകടിപ്പിക്കുന്നുണ്ട്. അത് ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും അമേഠിയിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. പ്രിയങ്കയുടെ കാര്യം സംബന്ധിച്ച് ഏതാണ്ട് ധാരണയായി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷേ അവസാന സമയത്ത് പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന നിലപാടിന് വലിയ പ്രാധാന്യം ഈ വിഷയത്തിൽ ലഭിക്കും. താൻ മത്സരിക്കാൻ തയ്യാറാണ്, പാർട്ടിക്ക് ആവശ്യമാണെങ്കിൽ അതിന് താൻ സന്നദ്ധയാണ് എന്ന സന്ദേശമാണ് പ്രിയങ്ക ഗാന്ധി ഇതുവരെ നൽകിയിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് ശേഷമുള്ള പട്ടിക ഇന്ന് രാത്രിയോടുകൂടി പുലർത്തു വരുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. മറുവശത്ത് ഇടത് പാർട്ടികളുടെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളും അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. CPIMന്റെ പോളിറ്റ് ബ്യൂറോ യോഗം അടക്കമുള്ളവ ഇന്ന് നടക്കും. ഈ നേതൃയോഗത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ മാത്രമല്ല, ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ സഖ്യ സാധ്യതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും CPIM പരിഗണിക്കും എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. വേണു. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.